Dear students, ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്യാണ്. ഞാനത് പ്രോബ്ലം വായിക്കാം, നിങ്ങൾ യൂട്യൂബിൽ നിന്നത് കേട്ടിട്ട് അത് എഴുതുക, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Ashok and Bimal started business in partnership with capitals rupees 20,000 and rupees 15,000 respectively on 1st January 2013. They agreed to share profits and losses in the ratio of 3:2. For the year ending 31st December 2013, the firm earned a profit of rupees 6,000 before adjusting the following. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അശോകും ബിമലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 20,000 റുപ്പീസ് വെച്ചും അതുപോലെ തന്നെ 15,000 റുപ്പീസ് വെച്ചും. അശോകിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20,000, ബിമലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15,000. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം എന്ന് പറയുന്നത് 35,000. അവർ ആ പർട്ടിക്കുലർ ബിസിനസ് കൺസേൺഡ് പ്രോഫിറ്റ് ആയാലും ശരി അല്ലെങ്കിൽ ലോസ് ആയാലും ശരി എന്ന് വെച്ചാൽ എന്ത് നെറ്റ് റിസൾട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ എന്ത് നെറ്റ് റിസൾട്ട് ഉണ്ടോ അത് 3:2 എന്നുള്ള റേഷ്യോയിൽ എന്ന് വെച്ചാൽ 5 3 ഭാഗം അശോകിനും 2 ഭാഗം ബിമലിനുമാണ്. ഇയർ എൻഡിങ് 31st December 2013, the firm earned a profit of rupees 6,000 before adjusting the following. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 31st December 2013 ആ ഫേം 6,000 രൂപ ലാഭമുണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടാവുന്ന പ്രോഫിറ്റ് അല്ല, ഇത് യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസാണ്. എന്ന് വെച്ചാൽ അത് അപ്രോപ്രിയേഷന് വിധേയമാക്കാൻ പറ്റാത്ത പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ എക്സ്പെൻസുകളും ഇൻകംസ് ഒന്നും എഴുതിയിട്ടില്ല. മുകളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേമിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും എല്ലാ ലോസസും എല്ലാ ഇൻകംസും എല്ലാ ഗെയിൻസും നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളിനി ചെയ്യാനുള്ളത് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ആ പ്രോഫിറ്റ് മാറ്റിയതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് മാറ്റിയതിന് ശേഷം പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻകംസും പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസസും തന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയോ അതിൻ്റെ എക്സ്പെൻസോ ലോസോ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസിങ് ഫിഗർ എത്രയാണോ അതാണ് പാർട്ട്നേഴ്സിന് 3:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ക്ലോസിംഗ് ഡേറ്റിൽ എത്രയാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, അതിവിടെ 6,000 രൂപയാണ്. ആ 6,000 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തു. അത് എത്ര രൂപ? 6,000 രൂപ. ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 6,000 രൂപ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അശോകനെ സംബന്ധിച്ചിടത്തോളം 5%, അതുപോലെ തന്നെ ബിമലിനെ സംബന്ധിച്ചിടത്തോളവും 5%. എത്രയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ 5%. ഇവിടെ അശോക് കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 രൂപ. ഈ 20,000 രൂപയുടെ 5% എന്ന് പറഞ്ഞാൽ 1,000 രൂപ. മറ്റേ ബിമൽ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15,000 രൂപ. 15,000 രൂപയുടെ 5%, 15, 75, 750 രൂപ. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. Therefore that account should be debited to profit and loss account.
Profit and loss appropriation account, journal entry, profit and loss appropriation account debted to interest on capital. Total figure എഴുതുന്നു 1750 രൂപ. ഇവിടെ ബിമലിന് നമ്മൾ സാലറിയും കൊടുക്കുന്നുണ്ട്. ബിമലിന് സാലറി എന്ന് പറയുന്നത് 1500 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ആ സാലറി നമ്മൾ എഴുതുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സാലറി ബിമലിന് നമ്മൾ എഴുതി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫിഗേഴ്സും ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫിഗേഴ്സും എഴുതി കഴിഞ്ഞു. ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള 2 ഫിഗേഴ്സാണ്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, അത് എത്രയാണോ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തു. എന്നതിന് ശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, എത്ര എമൗണ്ട് ആണോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ എമൗണ്ട് നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 70 രൂപയും 50 രൂപയും. അത് നമ്മൾ രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് 125 രൂപ എന്ന് എഴുതി. അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് 5% ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ 20,000-ൻ്റെ 5% അശോകനും 15,000-ൻ്റെ 5% ബിമലിനും എന്ന് പറഞ്ഞാൽ 1000 രൂപയും 750 രൂപയും യഥാക്രമം. അത് നമ്മൾ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ 1750 രൂപ എഴുതി. അതിനുശേഷം ബിമൽ എന്ന് പറയുന്ന ആ പാർട്ട്ണറിന് മാത്രം നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്. ആ സാലറി ഫിഗർ എഴുതി 1500 രൂപ. എന്നതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്ത് അത് ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ 2875 എന്ന് പറയുന്ന ഫിഗറാണ് അപ്രോപ്രിയേറ്റ് പെടേണ്ടുന്നതായിട്ടുള്ള പ്രോഫിറ്റ് എന്ന് സാരം. ആ 2875 രൂപ 2875 പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 2:2 3:2 എന്നുള്ള റേഷ്യോയിൽ എന്ന് വെച്ചാൽ മൊത്തം പ്രോഫിറ്റിനെ 5 ഭാഗിച്ചതിൻ്റെ 3% പിന്നെ അശോകനും 2% ബിമലിനും നമ്മൾ കൊടുക്കുന്നു. അശോകന് കൊടുക്കുന്നത് എന്ന് പറയുന്നത് 1725 രൂപയും മറ്റേ ബിമലിന് കൊടുക്കുന്നത് 1150 രൂപയും. ഇത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതുന്ന ഫിഗേഴ്സ്. അപ്പോൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തു. സാലറി ഡെബിറ്റ് ചെയ്തു. എന്നതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. therefore ബാലൻസിങ് ഫിഗർ വിൽ കം ഓൺ ദി ഡെബിറ്റ് സൈഡ്. സിൻസ് ക്രെഡിറ്റ് സൈഡ് ഈസ് ഹയർ ദാൻ ഡെബിറ്റ് സൈഡ്, അവിടെ പ്രോഫിറ്റാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3:2 എന്നുള്ള റേഷ്യോയിൽ മൊത്തം പ്രോഫിറ്റിനെ 5 ഭാഗിച്ചതിൻ്റെ 3 ഭാഗം അശോകനും 2 ഭാഗം ബിമലിനും കൊടുക്കുമ്പോൾ അശോകന് കിട്ടുന്നത് 1725 ബിമലിന് കിട്ടുന്നത് 1150 രൂപയും. ഇത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതുന്നത്. ഇനി നമുക്ക് അടുത്തത് എഴുതാനുള്ളത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളോട് പ്രത്യേകിച്ച് രീതിയിലൊന്നും എഴുതാൻ പറയാത്തത് കൊണ്ട് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഇന്ന രീതിയിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് അത് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡിലാണ് നമ്മൾ എഴുതുന്നത്. ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്സാണ്. അശോകൻ്റെയും ബിമലിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഒരു പ്രത്യേകത 2 എമൗണ്ട് കോളമാണ്. ഞാൻ 2 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് കമ്പൈൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ പിന്നെ ഡേറ്റ് കോളം എന്ന് പറഞ്ഞാൽ ഡേറ്റ് കോളം കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് കോളം എഴുതാത്തത്. ഏത് ഡേറ്റിനാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നത് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിലാണ്. ദറ്റ് ഈസ് 2013 January 1. അത് നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ് 20,000-ഉം 15,000. എന്നതിന് ശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര? 5% ഓൺ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്.
5% ഓൺ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ 20,000-ൻ്റെ 5%, ദാറ്റ് ഈസ് 1,000. 15,000-ൻ്റെ 5%, ദാറ്റ് ഈസ് 750. എന്നതിന് ശേഷം സാലറി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബിമലിന് മാത്രമേ ഉള്ളൂ സാലറി. അതുകൊണ്ട് ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് ബിമലിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക് മാറ്റി. അത് അശോകനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നുള്ള ഷെയർ എന്ന് പറയുന്നത് 3:5 എന്നുള്ള റേഷ്യോയിൽ 5/3 ഭാഗം 1725. ബിമലിനെ സംബന്ധിച്ചിടത്തോളം 5/2 ഭാഗം, അത് 1150. ഇത്രയും എഴുതി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അശോക് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഇതെല്ലാം ക്ലോസിംഗ് ബാലൻസിലാണ്, ക്ലോസിംഗ് ഡേറ്റിലാണ്. 3,500 രൂപ വിഡ്രോ ചെയ്തു. അതുപോലെ തന്നെ ബിമൽ 2,500 രൂപ വിഡ്രോ ചെയ്തു. അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് നമുക്ക് അവർ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. 775 രൂപയെന്നും 50 രൂപയെന്നും. ക്യാപിറ്റൽ കൊണ്ടുവന്നത് എഴുതുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആയതുകൊണ്ട് ബൈ ബാങ്ക് എന്ന് എഴുതുന്നു. അതേസമയം കണ്ടിന്യൂയിങ് ബിസിനസ് ആണെങ്കിൽ അത് ബൈ ബാലൻസ് റോട്ട് ഡൗൺ എന്ന് പറഞ്ഞു തന്നെയായിരുന്നു ഓപ്പണിംഗ് ഡേറ്റിൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നു, സാലറി എഴുതുന്നു, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതുന്നു. എന്നതിന് ശേഷം ഡ്രോയിങ്സ് നമ്മൾ എഴുതുന്നു. എന്നതിന് ശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുന്നു. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ എമൗണ്ട് കൂടുതൽ ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ബാലൻസിങ് ഫിഗർ വിൽ കം ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഇവിടെ അശോകനെ സംബന്ധിച്ചിടത്തോളം 19,150 രൂപ എന്താണ് ബാലൻസ് ക്യാരി ഡൗൺ ഫിഗർ ഉണ്ട്. അതുപോലെ തന്നെ ബിമലിനെ സംബന്ധിച്ചിടത്തോളം അത് 15,850 രൂപയാണ്. അത് നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് ക്യാരി ഡൗൺ ചെയ്യുന്നു. അടുത്ത അക്കൗണ്ടിങ് ഇയറിൻ്റെ ഫസ്റ്റ് ഡേയിലേക്ക് നമ്മളത് റോട്ട് ഡൗൺ ചെയ്യുന്നു. ഇത്രയാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയുമാണ് കാര്യങ്ങൾ. ഈ എഴുതിയതിനകത്തും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്തതിനകത്തും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ആ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 9446317379 എന്നാണ്. താങ്ക് യു വെരി മച്ച്.